ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വലിയ തിരക്കില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. ഞാനിന്ന് എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എഴുന്നേറ്റപ്പോൾ ചായക്ക് വെച്ചു. അപ്പോൾ ചായക്ക് വെച്ചപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് കേട്ടോ ചായ മനസ്സ് നല്ലപോലെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം അത് കട്ട് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. അഹിലിന് ഭയങ്കര ഇഷ്ടമാണ് അത് വെച്ചിട്ടുള്ള തോരൻ. അഹിലിന്ന് ചോറ് കൊടുക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് കേട്ടോ. അഹിലിന് ചോറ് വേണ്ടാന്ന് പറഞ്ഞതിൻ്റെ കാരണം ഉണ്ട് കേട്ടോ. കാരണം ഇന്നലെ നൈറ്റിൽ പൊറോട്ട വാങ്ങിച്ചപ്പോൾ ബാലൻസ് 2 ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേ അഹിൽ പറഞ്ഞായിരുന്നു എനിക്ക് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അത് തന്നാൽ മതിയെന്ന്. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമല്ല കൊടുത്തു വിടാനായിട്ട്, പിന്നെ വല്ലപ്പോഴും അല്ലേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്താണ് കേട്ടോ. അപ്പോൾ പൊറോട്ടയ്ക്ക് എന്ത് കറി കൊടുക്കും എന്നാലോചിച്ചിരുന്നപ്പോഴാണ് ചിക്കൻ പീസ് അഹിലിന് വേണ്ടി തന്നെ മാറ്റി വെക്കുന്നതാണ്. ചിക്കൻ വാങ്ങിക്കുമ്പോൾ 2 പീസ് അവന് വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വയ്ക്കും സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട്. ഇവർക്ക് ചൊവ്വയും വ്യാഴവുമാണ് കേട്ടോ നോൺ വെജ് കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളിൽ ഇടയ്ക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടൊക്കെ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ ചിക്കൻ അങ്ങനെ കുഞ്ഞ് പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. കറിയുടെ ആലോചിക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ഇഡ്ഡലിക്കാണ് കേട്ടോ ഞാൻ ഇട്ടിരുന്നത്. ഇഡ്ഡലിക്ക് നമ്മൾ തേങ്ങാ ചമ്മന്തി അല്ലെങ്കിൽ പിന്നെ സാമ്പാറൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്നും ഈ പൊറോട്ടയ്ക്ക് പറ്റില്ലല്ലോ. അതാണ് ഞാൻ അങ്ങനെ ആലോചിച്ചത്. അപ്പോൾ ചിക്കൻ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പതിവ് പോലെ തന്നെ ചായ എടുക്കുകയാണ്. ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ചായയുടെ പരിപാടി നിർത്തി വെച്ചിരുന്നതാണ് കേട്ടോ. കാരണം കുറച്ചൊന്ന് വെയിറ്റൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചായയൊക്കെ ഉപേക്ഷിച്ചിരുന്നതാണ്. ആ സമയത്ത് നല്ലപോലെ വെയിറ്റും കുറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പോൾ പഴയ പോലെ തന്നെ ചായ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് കുറക്കുന്നതിൽ എനിക്ക് കുറച്ച് എഫക്റ്റീവായിട്ട് തോന്നിയത് ഒന്നാമത്തേൽ നമ്മൾ മധുരം കട്ട് ചെയ്യാം, പിന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക. ഈ 2 കാര്യങ്ങളും ചെയ്യുമ്പോൾ നല്ലപോലെ വെയിറ്റ് കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. മധുരം ഉപേക്ഷിച്ചാൽ തന്നെ നമ്മുടെ വെയിറ്റ് നല്ലോണം കുറയും കേട്ടോ. അപ്പം നമുക്ക് നേരെ വർക്ക് ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവാം കേട്ടോ. ഇഡ്ഡലിയും ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം മുതൽക്കേ തന്നെ ഞാൻ ചട്നി തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ ആഹിലിന് അങ്ങനെ സാമ്പാറിനോടൊന്നും വലിയ താല്പര്യമില്ല. ചട്നിയൊക്കെയാണ് ഇഷ്ടം. അവനൊരുവിധം കറികളൊന്നും ഇഷ്ടപ്പെടില്ല. വെജിറ്റബിൾസ് എന്താണെങ്കിലും അവൻ കഴിച്ചോളും. വെജിറ്റബിൾ ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനാണെങ്കിൽ പോലും മര്യാദക്ക് കഴിക്കില്ല. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ഞാൻ മാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഇഡ്ഡലിയുടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നു പോകും മിക്കപ്പോഴും. രാവിലത്തെ ഒരു അടുക്കളപ്പണി കഴിഞ്ഞ് പിന്നെ നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കാര്യം വിട്ടുപോകും. പിന്നെ ഞാൻ ഓർക്കുന്നത് വൈകുന്നേരം 6:30 ആകുമ്പോഴായിരിക്കും. അപ്പോൾ അന്നേരം ഓർത്തിട്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ വെള്ളത്തിലിട്ടിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് മിക്കപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നീണ്ടു പോകും എൻ്റെ ഇഡ്ഡലി ഉണ്ടാക്കൽ. അപ്പോൾ ഇന്നലെ അങ്ങനെ ഓർത്ത് വെച്ച് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലോണം മാവുണ്ട്. ഞാൻ കുറച്ചെടുത്ത് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. പക്ഷേ ഇട്ട് വന്നപ്പോഴാണ് ആ ഒരു പാത്രത്തിലേക്ക് കൊള്ളുന്നതിൽ കൂടുതലുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു ബോക്സും കൂടി എടുത്ത് അതിലേക്കും കുറച്ചും കൂടി സ്റ്റോർ ചെയ്ത് വെച്ചു. ബാക്കിയുള്ളതും കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇഡ്ഡലിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ചൊന്ന് ചൂടായിട്ട് വരുമ്പോഴാണല്ലോ നമ്മൾ ഇഡ്ഡലിക്ക് വെക്കുന്നത്. അപ്പോൾ വെള്ളം ചൂടാവട്ടെ, അപ്പോഴത്തേനും നമുക്ക് ചട്നി അരക്കാം. അപ്പോൾ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇഡ്ഡലിയുടെ നല്ലപോലെ ആവി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പാത്രം ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഇഡ്ഡലി മാവ് കോരി ഒഴിക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലിക്കുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചമ്മന്തി ഇറക്കാൻ പോവാണ്. ഇതേപോലെ തേങ്ങ ഇതേപോലെ കൊത്തിയാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എന്നിവ ചേർത്ത് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കും കേട്ടോ. നന്നായിട്ടെന്ന് വെച്ചാൽ നല്ലപോലെ അരയേണ്ട, ചെറുതായിട്ട് അരഞ്ഞാൽ മതി. എന്നിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ ഇഡ്ഡലി ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടാമത്തേന് വെക്കാൻ പോവാണ്. അപ്പോൾ അതിനിടയ്ക്ക് ആഹിലിനുള്ള ചിക്കൻ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി, പിന്നെ കുറച്ച് കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വേപ്പില എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ച് ഉള്ളിയും കൂടി അരിഞ്ഞ് അതൊന്ന് വഴറ്റി വറ്റൽമുളകും വേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം ഈ നമ്മളുടെ അരച്ച് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. ഞാൻ മുന്നേ ചട്നി ഉണ്ടാക്കി വെച്ചത്
ഈ കടുക് പൊട്ടിച്ച് അതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്തിട്ടായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് എടുത്തിരുന്നത്. പക്ഷെ അതിൽ നല്ല ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ അതിന് ശേഷം ഇങ്ങനെ തന്നെയാണ് ചട്നി ഉണ്ടാക്കാറ്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചിക്കൻ ഇതേപോലെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കൂടെ കുറച്ച് സവാളയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാവുന്ന ടൈമിൽ ഗ്യാപ്പ് കിട്ടുന്ന പോലെ കുറച്ച് പാത്രങ്ങൾ അങ്ങനെ കഴുകി വയ്ക്കും. അപ്പോൾ അതാവുമ്പോൾ എല്ലാ പണിയും ഒന്നിച്ചങ്ങോട്ട് തീർന്നോളൂമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആഹിൽ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആഹിലിനുള്ള ഫുഡൊക്കെ എടുത്ത് താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനാണ് എനിക്ക് വേറൊരു പണി വന്നത്, അവൻ്റെ സ്കൂളിലെ ബുക്ക് പൊതിയാനായിട്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവൻ എഴുതിക്കൊണ്ടിരുന്ന വെച്ചാൽ ബുക്ക് കുറച്ച് വലിയ ബുക്കായിരുന്നു. സോഷ്യൽ ഇവന് ഒരു ബുക്കിലാണ് എഴുതിയിരുന്നത് വെച്ചാൽ ആദ്യം. അപ്പോൾ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ 3 ബുക്കിലായിട്ട് എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതിയപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് അങ്ങനെ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ കവറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു 3 ബുക്കായതാണ് ഇങ്ങനെ പെൻഡിങ്ങിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കവർ ചെയ്യാൻ പറഞ്ഞ് തന്നത്. ഇവരുടെ സ്കൂളിൻ്റെ കവർ പേജ് ചെയ്യാനായിട്ട് ഇത്തിരി പണിയാണ് കേട്ടോ. കുറച്ചൊരു ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ സ്റ്റാപ്ലറൊക്കെ വെച്ചിട്ട് വേണം ഇത് പിൻ ചെയ്തൊന്ന് നിർത്താനായിട്ട്. ശരിക്കും സ്കൂൾ തുറക്കുന്ന ടൈമിൽ അമ്മമാർക്കൊരു ടാസ്ക് തന്നെയാണല്ലോ ഈ കവർ ചെയ്യൽ. ഞാനിടയ്ക്ക് 2 ദിവസമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ചെയ്യാറ്. ടെക്സ്റ്റ് മൊത്തത്തിൽ ആദ്യം ഒരു ദിവസം ചെയ്യും, പിറ്റേ ദിവസം നോട്ട്ബുക്ക് ചെയ്യും. അങ്ങനെ 2 ദിവസമൊക്കെ എടുത്തിട്ടാണ് ചെയ്യാറ്. കാരണം ഒറ്റയിരിപ്പിൽ നമുക്കങ്ങോട്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ല, ഒരുപാടുണ്ടല്ലോ ബുക്സ് ഇവരുടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആയിലിനുള്ള ഫുഡ് എടുക്കാൻ കേട്ടോ. പൊറോട്ട ഏതാണ് ഭയങ്കര സന്തോഷമാണ് ഫുഡ് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ചിക്കനും കൂടി ചേർത്തിട്ട് അതിലേക്ക് അങ്ങനെ അത് ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടു. ഭയങ്കര സന്തോഷമാണ് പൊറോട്ട ആണെങ്കിലൊക്കെ. ചോറല്ലാത്ത എന്താണെങ്കിലും ആഹിലിന് ഭയങ്കര സന്തോഷമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8:05 ആയിട്ടാണ്. കാരണം അവൻ ബുക്കിൽ പേരെഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇരുന്നു. അപ്പോൾ ഒരു 8:05 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇളയാൾ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി എന്നെ നോക്കിയിരിക്കുകയാണ്. അത് എൻ്റെ പ്ലേസിലേക്ക് നീക്കി വെക്കുന്നതാണ് കാണുന്നത്. അതെടുത്ത് അവൻ്റെ വായിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 8:10 ആയപ്പോഴേക്കും ആഹിൽ പോയിട്ട്, ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂള്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.